അടുത്തത് അക്സെപ്റ്റൻസ് ഓഫ് ഫോറിൻ ഓർഡേഴ്സ്. അതിൻ്റെ പ്രോബ്ലമാണ് ചെയ്യാനുള്ളത്. അതിൻ്റെ ഇല്ലസ്ട്രേഷൻ 40 നോക്കണേ. എ പ്ലാന്റ് ഈസ് റണ്ണിങ് അറ്റ് പ്രസൻറ്റ് അറ്റ് 50% കപ്പാസിറ്റി ഡ്യൂ ടു ഗ്ലോബൽ ഡിപ്രഷൻ. ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ആർ അവൈലബിൾ. അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് തന്നേക്കുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ 2, ഡയറക്റ്റ് ലേബർ 1, വേരിയബിൾ ഓവർഹെഡ് 3, ഫിക്സഡ് ഓവർഹെഡ് 2. അങ്ങനെ മൊത്തം ടോട്ടൽ കോസ്റ്റ് 8 വരുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത പറഞ്ഞേക്കുന്നുണ്ടോ, പ്രൊഡക്ഷൻ പെർ മന്ത് 20,000 യൂണിറ്റ്സ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 1,60,000. ടോട്ടൽ സെയിൽസ് 20,000 at ₹7. അങ്ങനെയാണ് 1,40,000 കിട്ടിയിരിക്കുന്നത് ടോട്ടൽ സെയിൽസ്. അങ്ങനെ മൊത്തം ലോസ് ആണ് വന്നേക്കുന്നത്. ലോസ് 20,000 ആണ് വന്നേക്കുന്നത്. ആൻ എക്സ്പോർട്ടർ ഓഫേഴ്സ് ടു ബൈ 20,000 യൂണിറ്റ്സ് പെർ മന്ത് at the rate of ₹6.50 per unit, and the company seeks your advice whether to accept this offer or not. നമ്മളൊരു മേക്ക് ഓർ ബൈ ചെയ്തില്ലേ, അതുപോലെ തന്നെയാണ് ഇതും വരുന്നത്. പിന്നെ അത് പറഞ്ഞേക്കുന്നത് ഫോറിൻ ഓഫർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യം അവിടെ തീരുമാനിക്കണം. അപ്പോൾ അത് അതിൻ്റെ അകത്ത് പറഞ്ഞു, എക്സ്പോർട്ടർ ഓഫർ ചെയ്തു 20,000 യൂണിറ്റ് ഒരു മാസം എത്ര റേറ്റ് വെച്ച് 6.50 പെർ യൂണിറ്റ്. അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യമാണ് ഇവിടെ കാണിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത്രയേ ഉള്ളൂ. ആദ്യമേ സെയിൽസ്. ഇപ്പം നിലവിലുള്ളത് എന്ന് പറയുന്നത് 20,000 യൂണിറ്റ് പ്രൊഡക്ഷൻ പെർ മന്ത്. എക്സിസ്റ്റിംഗ് പ്രസൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് 20,000 യൂണിറ്റ്സ്. അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത്. എക്സിസ്റ്റിംഗ് 20,000 യൂണിറ്റ്സ്. പ്രസൻ്റ് ആയിട്ടുള്ളത് പ്രൊഡക്ഷൻ പെർ മന്ത് 20,000 യൂണിറ്റ്സ്. ഇനി ഫോറിൻ ഓഫർ കിട്ടിയിരിക്കുന്ന എത്ര യൂണിറ്റാണ്? അതും 20,000 യൂണിറ്റാണ്. അതാണ് ഇവിടെ ഫോറിൻ ഓഫർ 20,000 യൂണിറ്റ് എഴുതിയിരിക്കുന്നത്. പിന്നെ ടോട്ടൽ രണ്ടും കൂടെ കൂട്ടി 40,000 യൂണിറ്റ്സ്. അത് കഴിഞ്ഞ് വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കണം. വേരിയബിൾ കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് അപ്പം ക്വസ്റ്റ്യൻ്റെ അകത്ത് വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ്റെ അകത്ത് വേരിയബിൾ കോസ്റ്റ് തന്നേക്കുന്നുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും വേരിയബിൾ ഓവർഹെഡും കൂടെ കൂടുന്നതാണ് ഏതെന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ 2, ഡയറക്റ്റ് ലേബർ 1, വേരിയബിൾ ഓവർഹെഡ് 3. ഇത് മൂന്നും കൂടെ കൂട്ടുന്നതാണ് വേരിയബിൾ കോസ്റ്റ്. അതായത് 3 + 1 4 + 2 6. അപ്പോൾ അതാണ് ഏതെന്ന് പറഞ്ഞേക്കുന്നത് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 6 ആണ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ആ വേരിയബിൾ കോസ്റ്റ് വെച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ? 6 കൊടുത്തിരിക്കുന്നത്. അപ്പം ആ 6 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം 20,000 × 6 1,20,000. 20,000 × 6 1,20,000. അങ്ങനെ 2,40,000. അത് കഴിയുമ്പോൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് നമുക്ക് എന്നാ കണ്ടുപിടിക്കാം? കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാം. അങ്ങനെ രണ്ടും കൂടെ മൈനസ് ചെയ്ത് രണ്ടിൻ്റെയും കോൺട്രിബ്യൂഷൻ കിട്ടി, അതിൻ്റെ ടോട്ടൽ. ഇനി അതിൽ നിന്ന് ഫിക്സഡ് എക്സ്പെൻസ് കുറയ്ക്കണം. ഫിക്സഡ് എക്സ്പെൻസും അതിൻ്റെ അവിടെ യൂണിറ്റ് തന്നിട്ടുണ്ട്. ഫിക്സഡ് എക്സ്പെൻസിൻ്റെ യൂണിറ്റ് എത്രയാണെന്നുള്ളത്. ഫിക്സഡ് എക്സ്പെൻസിൻ്റെ യൂണിറ്റ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? എനിക്ക് ഫിക്സഡ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് 2 ആണ് തന്നേക്കുന്നത്. അപ്പം ആ 2 വെച്ചുകൊണ്ട് വേണം ഇനി അത് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം ഫിക്സഡ് എക്സ്പെൻസ് 20,000 × 2. അതുപോലെ തന്നെ ഇത് എക്സിസ്റ്റിങ്ങിൽ നമുക്ക് ഫിക്സഡ് എക്സ്പെൻസ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഫോറിൻ ഓഫറിനകത്ത് നമുക്ക് ഫിക്സഡ് എക്സ്പെൻസ് ഇല്ല. അപ്പോൾ അവിടെ വെറുതെ ഹൈഫൻ ഇടുക. 40,000 തന്നെ ടോട്ടൽ. എന്നിട്ടിത് മൈനസ് ചെയ്യാം. അതിനകത്തിന് കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് ഇടും. അപ്പോൾ ഇവിടെ ലോസ് വന്നു. അപ്പം ഇവിടെ ഫോറിൻ പറഞ്ഞിട്ടുണ്ട്, ഫോറിൻ ഓഫർ 20,000 യൂണിറ്റ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 10,000 രൂപ പ്രോഫിറ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ 20,000 രൂപ ലോസ് വന്നു. അപ്പം 20,000 യൂണിറ്റ് ഒരു ഫോറിൻ ഓഫർ എടുക്കുകയാണെങ്കിൽ 20,000 ഈ ലോസ് 20,000 എന്നുള്ളത് 10,000 ആയിട്ട് റെഡ്യൂസ് ചെയ്യാം. കാരണം എന്തുവാ, ഇവിടെ ഒരു 20,000 യൂണിറ്റിൻ്റെ ഫോറിൻ ഓഫർ എടുക്കുകയാണെങ്കിൽ ഇവിടെ 10,000 രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പം അതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്നാ ചെയ്യാം, ഈ ഫോറിൻ ഓഫറിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ഡിസിഷൻ ഇവിടെ കാണിക്കേണ്ടത്. ദ ഫേം മസ്റ്റ് അക്സെപ്റ്റ് ദി ഓഫർ ബിക്കോസ് ദി എമൗണ്ട് ഓഫ് ലോസ് സ്റ്റാൻഡ്സ് റെഡ്യൂസ് ടു ₹10,000 ഫ്രം 20,000. അപ്പം അതതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് എമൗണ്ട് ഓഫ് ലോസ് എത്ര? 20,000 ആണ്. ഈ ഫോറിൻ ഓഫർ അക്സെപ്റ്റ് ചെയ്യാം. കാരണം എന്തുവാ, 20,000 എന്നുള്ള 10,000 ആയിട്ട് ലോസ് റെഡ്യൂസ് ചെയ്യാം. കാരണം ഇവിടെ ഒരു ഫോറിൻ ഓഫർ എടുക്കുമ്പോൾ 10,000 രൂപ പ്രോഫിറ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഫോറിൻ ഓർഡറിൻ്റെ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം ഉണ്ട്, അത് ചെയ്യണം. അത് കഴിഞ്ഞ് അടുത്തതാണ് വരുന്നത് ഇല്ലുസ്ട്രേഷൻ 15. ഈ ഏതിൻ്റെയാണ്? സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ പ്രൊഡക്റ്റ് മിക്സ്. അതിൻ്റെയാണ് അടുത്ത പ്രോബ്ലം ചെയ്യാനുള്ളത്. അതിൻ്റെ നോക്കി. ഇല്ലുസ്ട്രേഷൻ 15. പ്രസൻറ്റ് ദി ഫോളോയിങ് ഇൻഫോർമേഷൻ to show to the management.
the marginal cost and contribution per unit, the total contribution profit resulting from each of the following sales mixes. Direct material product എയുടെയും ബിയുടെയും തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ലേബർ പ്രൊഡക്റ്റ് എയുടെയും ബിയുടെയും തന്നിട്ടുണ്ട്, വേരിയബിൾ ഓവർഹെഡ് 100% ഓഫ് ഡയറക്റ്റ് ലേബർ, ഫിക്സഡ് ഓവർഹെഡ് തന്നിട്ടുണ്ട്, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എയുടെയും ബിയുടെയും തന്നിട്ടുണ്ട്. ഇനി സെയിൽസ് മിക്സ്ചർ തന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് എയുടെ 1000 യൂണിറ്റും ബിയുടെ 2000 യൂണിറ്റും, പ്രൊഡക്റ്റ് എയുടെ 1500 യൂണിറ്റും ബിയുടെ 1500 യൂണിറ്റ്, പ്രൊഡക്റ്റ് എയുടെ 2000 യൂണിറ്റ് ബിയുടെ 1000 യൂണിറ്റ്. മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മൾ കോൺട്രിബ്യൂഷൻ വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കോൺട്രിബ്യൂഷൻ കാണാൻ വേണ്ടി സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ നമുക്ക് പെർ യൂണിറ്റ് എല്ലാത്തിൻ്റെയും തന്നേക്കുന്നത്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എയുടെ 20ഉം ബിയുടെ 50, എയുടെ 20ഉം ബിയുടെ 15ഉം എഴുതുക. അത് കഴിഞ്ഞ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കും. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് ചെയ്യുന്നത്? ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും വേരിയബിൾ ഓവർഹെഡും കൂടെ കൂട്ടണം. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, വേരിയബിൾ ഓവർഹെഡ് മൂന്നിൻ്റെയും കൂടെ കൂട്ടിയിട്ട് എയുടെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 16ഉം ബിയുടെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 13ഉം. അങ്ങനെ സെയിൽസിൻ്റെ വേരിയബിൾ കോസ്റ്റ് കുറച്ച് നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും 4ഉം 2. അപ്പോൾ എയുടെ കോൺട്രിബ്യൂഷൻ 4ഉം ബിയുടെ കോൺട്രിബ്യൂഷൻ 2. ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ടത് പ്രൊഡക്റ്റ് മിക്സ് സെലക്ഷൻ. കേസ് 1 എന്നും പറഞ്ഞ് എഴുതുക. എന്നിട്ട് കോൺട്രിബ്യൂഷൻ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിലാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. കോൺട്രിബ്യൂഷൻ 1000 യൂണിറ്റ്സ് ഓഫ് എ ആൻഡ് 2000 യൂണിറ്റ്സ് ഓഫ് ബി. 1000 യൂണിറ്റ്സ് ഓഫ് എ ആൻഡ് 2000 യൂണിറ്റ്സ് ഓഫ് ബി എന്ന് ഹെഡിങ് കൊടുക്കുക. ആൻഡ് ദ കോൺട്രിബ്യൂഷൻ എയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 4 ആണ്. അപ്പോൾ 1000 ഇൻറ്റു 4ഉം 2000 ഇൻറ്റു ബിയുടെ കോൺട്രിബ്യൂഷൻ 2000 ഇൻറ്റു 2, അങ്ങനെ 8000 കിട്ടി. അതിൽ നിന്ന് ഫിക്സഡ് എക്സ്പെൻസ് കുറയ്ക്കണം. ഫിക്സഡ് എക്സ്പെൻസ് എപ്പോഴും എല്ലാത്തിനും ഒരുപോലെയാണ്. ഫിക്സഡ് എക്സ്പെൻസ് എത്രയാണ് എയുടെ തന്നേക്കുന്നത്? എല്ലാത്തിനും എന്ന് ബിന്നും ഇല്ല. ഫിക്സഡ് ഓവർഹെഡ് സെയിം ആണ് 8000. അപ്പം ഫിക്സഡ് എക്സ്പെൻസ് 8000 കിട്ടിയത് നമുക്ക്. അതിൽ നിന്ന് ഫിക്സഡ് എക്സ്പെൻസ് 8000 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്നാ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. അപ്പോൾ ഈ സെയിൽസ് മിക്സ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് യാതൊരു കാര്യവും ഇല്ല. ഇനി അടുത്ത രണ്ടാമത്തെ സെയിൽസ് മിക്സ് എടുക്കണം. രണ്ടാമത്തെ സെയിൽസ് മിക്സ് എത്രയാണ്? 1500 യൂണിറ്റ്. എയുടെ 1500 യൂണിറ്റും ബിയുടെ 1500 യൂണിറ്റും. അങ്ങനെ ഹെഡിങ് കൊടുക്കണം. കേസ് 2 അതിൻ്റെ കോൺട്രിബ്യൂഷൻ മൾട്ടിപ്ലൈ ചെയ്യണം. എയുടെ കോൺട്രിബ്യൂഷൻ 4, അപ്പോൾ 1500 ഇൻറ്റു 4, ബിയുടെ കോൺട്രിബ്യൂഷൻ 2, 1500 ഇൻറ്റു 2, അത് രണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക, കൂട്ടുക, 9000 കിട്ടും. അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് 8000 കുറച്ച് കഴിയുമ്പോഴത്തേന് 1000 പ്രോഫിറ്റ് കിട്ടും. അടുത്ത കേസ് 3 2000 യൂണിറ്റ് ഓഫ് എയും 1000 യൂണിറ്റ്സ് ഓഫ് ബിയും. അപ്പോൾ എയുടെ കോൺട്രിബ്യൂഷൻ 4ഉം ബിയുടെ കോൺട്രിബ്യൂഷൻ 2, 2000 ഇൻറ്റു 4, 1000 ഇൻറ്റു 2, അപ്പോൾ രണ്ടും കൂടെ കൂട്ടി 10000 കിട്ടി. ഫിക്സഡ് കോസ്റ്റ് 8000 കുറച്ച് കഴിയുമ്പോൾ 2000 വന്നു. അപ്പം ഇതിൻ്റെ അകത്ത് ഏതിനാണ് കോൺട്രിബ്യൂഷൻ കൂടുതൽ? കേസ് 3ക്കാണ് കോൺട്രിബ്യൂഷൻ കൂടുതൽ. കേസ് 1ൻ്റെ നമ്മൾ കണ്ടായിരുന്ന പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലായിരുന്നു. കേസ് 2ൻ്റെ അകത്ത് 1000 പ്രോഫിറ്റ്, കേസ് 3ക്കകത്ത് 2000 പ്രോഫിറ്റ്. അപ്പോൾ ഇതാണ് ഈ സെയിൽസ് മിക്സാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഡിസിഷൻ കൊടുത്തിരിക്കുന്നത്. സെയിൽസ് മിക്സ് 3 വിൽ ബി സെലക്റ്റഡ് ആസ് ഇറ്റ് ഗീവ്സ് ദ മാക്സിമം പ്രോഫിറ്റ്. ദെയർഫോർ ഇറ്റ് ഈസ് advisable to produce and sell 2000 units of product A and 1000 units of product B. It will give the highest profit of rupees 2000. അപ്പോൾ സെയിൽസ് മിക്സ് 3 ആണ് ഇവിടെ മാക്സിമം പ്രോഫിറ്റ് തരുന്നത്. അതുകൊണ്ട് ഈ ഒരു സെയിൽസ് മിക്സ് ആണ് അവിടെ എടുക്കേണ്ടത്, പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. 2000 യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് 1000 യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് ബി. അതാണ് ഹയർ പ്രോഫിറ്റ് തരുന്ന സെയിൽസ് മിക്സ്. അതുകൊണ്ടാണ് ആ 3നെ അവിടെ സെലക്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് സെലക്ഷൻ ഓഫ് പ്രൊഡക്റ്റ് മിക്സ് സെയിൽസ് മിക്സിൻ്റെ പ്രോബ്ലം ചെയ്യുന്നത്.